ഇടുക്കി പാമ്പനാറിൽ നിർമ്മാണത്തിലിരുന്ന 5 നില കെട്ടിടം തകർന്നു വീണ അപകടം. തൊഴിലാളികൾ കെട്ടിടത്തിൽ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. പാമ്പനാർ സ്വദേശി ആഗ്നലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കെട്ടിടം. നിർമ്മാണത്തിലെ അപാകതയാണ് കെട്ടിടം നിലംപൊത്താൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി സുബിൻ തോമസ് ആണ് ചേരുന്നത്. സുബിനെ, എപ്പോഴാണ് ഈ ഒരു അപകടം സംഭവിച്ചത്? അതുപോലെ തന്നെ നിർമ്മാണത്തിലിരിക്കുന്ന ഈ കെട്ടിടം എന്താവശ്യത്തിനുള്ളതായിരുന്നു? അതായത് ഷോപ്പിംഗ് കോംപ്ലക്സിനോ എന്തെങ്കിലും ഫ്ലാറ്റ് സമുച്ചയമോ എന്തായിരുന്നു ഈ കെട്ടിടം? എന്തായാലും തൊഴിലാളികൾ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ്, അല്ലേ? തീർച്ചയായും അപകടത്തിലാണ്. തൊഴിലാളികൾ ഇല്ലായിരുന്നത് വലിയ ആശ്വാസമാണ്. ഒരു വലിയ അപകടം തന്നെ വഴിമാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഒരു വർഷത്തോളമായി നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടമാണ് ഇത്തരത്തിൽ അപകടത്തിൽ ഇന്ന് പുലർച്ചെ 3:30 ഈ 5 നില കെട്ടിടം പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് പോവുകയായിരുന്നു. അതായത് ഈ പഴയ പാമ്പനാറിന്റെ സമീപത്തായിട്ടാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരുന്നത്. ഏകദേശം 3 നിലകൾ സിമെന്റിൽ പൊങ്ങി വന്ന ശേഷമാണ് ഇതിന്റെ വാർക്ക നടന്നത്. അതായത് റോഡ് നിരപ്പിലേക്ക് 3 പില്ലർ ഉയർത്തിയ ശേഷമാണ് ഇതിന്റെ ആദ്യ വാർക്ക നടന്നത്. അതിനുശേഷം 2 നില കൂടി മുകളിലേക്ക് ഉയർന്നു. അങ്ങനെ 5 നില ഓളം ഉയരമുള്ള ഒരു കെട്ടിടമാണ് താഴേക്ക് വലിച്ചത്. ഈ താഴ്ഭാഗത്ത്, അതായത് ഈ താഴ്ഭാഗത്തേക്ക് ഏതാനും വീടുകളും മറ്റുമൊക്കെ ഒരു വലിയ അപകടം തലനാരിലേക്ക് വഴിമുട്ടി എന്ന് തന്നെ പറയാം. കാരണം ഈ കൂടുതലായി മണ്ണിടിഞ്ഞ് താഴേക്ക് പോവുകയും ഈ കെട്ടിടം കൂടുതൽ താഴേക്ക് പോവുകയും ആയിരുന്നെങ്കിൽ താഴ്ഭാഗത്ത് ഏതാനും വീടുകളും ഒക്കെ ഉണ്ട്. ആ വീടുകൾക്ക് മുകളിലേക്ക് പതിക്കും വരുന്നുണ്ട്. ഒരു വലിയ അപകടം തന്നെ അവിടെ ഒഴിവായിട്ടുണ്ട്. ഒരു നിർമ്മാണത്തിന്റെ അപാകതയാണ് ഇത്തരത്തിൽ ഈ ഒരു കെട്ടിടം ഇടിഞ്ഞു പോകാൻ കാരണമായത് എന്നുള്ളതാണ് ഒരു ഉയർന്നു വരുന്ന ഒരു ആരോപണം. പ്രധാനമായും ഈ പില്ലർ പാർത്ത ശേഷം അവിടെ മുന്നിട്ട് പൊക്കുകയാണുണ്ടായത്. ഈ പുതുമണ്ണ് ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ വരെ ശക്തമായ മഴ ഈ മേഖലകളിൽ ഇടം തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിലും മഴ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ മഴയിൽ ഈ മണ്ണ് താഴേക്ക് ഇരുന്ന ഈ കെട്ടിടം പൂർണ്ണമായും താഴേക്ക് പോയതാകാമെന്നൊരു നിഗമനമാണ് എന്തായാലും ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകളും അന്വേഷണങ്ങളും ഒക്കെ നടത്തേണ്ടതുണ്ട്. എന്തായാലും വലിയൊരു അപകടം തലനാരിലേക്ക് വഴിമാറി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി സുബിൻ, എന്തായാലും തലനാരിഴയ്ക്കാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. മഴയൊക്കെ കനത്തു പെയ്യുകയാണ്. അപ്പോൾ ഈ നിർമ്മാണത്തിലെ അപാകതയുണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ നിലംപൊത്താനുള്ള സാധ്യതകൾ ഏറെയാണെന്നുള്ള ഒരു സൂചന കൂടിയാണ് ഈ ഒരു അപകടം നൽകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ.